ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക സങ്കീർത്തനങ്ങൾ 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാണ്. അധ്യായം 6 ദുഃഖിതന്റെ വിലാപം. ഗായക സംഘ നേതാവിന് തന്ത്രി നാദത്തോടെ അഷ്ടമി രാഗത്തിൽ ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, ഇനിയും എത്ര നാൾ? കർത്താവേ, എൻ്റെ ജീവൻ രക്ഷിക്കാൻ വരണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ. മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല. പാതാളത്തിൽ ആര് അങ്ങയെ സ്തുതിക്കും? കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു. രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി. എൻ്റെ തലയിണ കുതിർന്നു. കണ്ണീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു. ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു. അധർമ്മികളെ, എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. കർത്താവ് എൻ്റെ വിലാപം കേട്ടിരിക്കുന്നു. കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും. അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങും. അധ്യായം 7 നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ബെഞ്ചമിൻ ഗോത്രജനായ കൃഷ് നിമിത്തം ദാവീദ് കർത്താവിനെ വിളിച്ചുപാടിയ വിലാപഗീതം. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിലും നിന്ന് എന്നെ രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ. അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചീന്തിക്കീറും. ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചിഴയ്ക്കും. എൻ്റെ ദൈവമായ കർത്താവെ, ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അകാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ, ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കി കൊള്ളട്ടെ. എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടി മെതിക്കട്ടെ. പ്രാണനെ പൂഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ. കർത്താവെ, കോപത്തോടെ എഴുന്നേൽക്കണമേ. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ. ദൈവമേ, ഉണരണമേ. അവിടുന്ന് ഒരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ. അവർക്ക് മുകളിൽ ഉയർന്ന സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാകണമേ. കർത്താവ് ജനതകളെ വിധിക്കുന്നു. കർത്താവെ, എൻ്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്ത വിധം എന്നെ വിധിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുന്ന് ദിനം പ്രതി രോഷം കൊള്ളുന്ന ദൈവമാണ്. മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും. അവിടുന്ന് വില്ലു കുലച്ച് ഒരുങ്ങിയിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. ഇതാ, ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു. അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു. വഞ്ചനയെ പ്രസവിക്കുന്നു. അവൻ കുഴി കുഴിക്കുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു. അവന്റെ ദുഷ്ടത അവന്റെ തലയിൽ തന്നെ പതിക്കുന്നു. അവന്റെ അക്രമം അവന്റെ നെറുകയിൽ തന്നെ തറയുന്നു. കർത്താവിന്റെ നീതിക്കൊത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. അത്യുന്നതനായ കർത്താവിന്റെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും. അധ്യായം 8 മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം. ഗായക സംഘ നേതാവിന് ഗിത്യരാഗത്തിൽ ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവെ, ഞങ്ങളുടെ കർത്താവെ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രകീർത്തിക്കപ്പെടുന്നു. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു.
അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്? എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി. എല്ലാറ്റിനെയും അവന്റെ പാദത്തിന് കീഴിലാക്കി. ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലത്തിനെയും തന്നെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം. അധ്യായം 9. മർദ്ദിതന്റെ പ്രത്യാശ. ഗായക സംഘ നേതാവിന് മുത്ലാബാൻ രാഗത്തിൽ ദാവീദിന്റെ സങ്കീർത്തനം. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും. എന്തെന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു. അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു. അങ്ങ് ന്യായാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു. അവിടുന്ന് ജനതകളെ ശകാരിച്ചു. അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു. അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു. ശത്രു നാശകൂമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു. അവരുടെ സ്മരണ പോലും മാഞ്ഞുപോയിരിക്കുന്നു. എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനായിരിക്കുന്നു. ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്. അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. കർത്താവ് മർദ്ദിതരുടെ ശക്തിദുർഗമാണ്, കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മിക്കും. പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല. കർത്താവെ, എന്നോട് കരുണ കാണിക്കണമേ. മരണകവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ. അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ. അങ്ങ് നൽകിയ വിമോചനമോർത്ത് സിയോൻ പുത്രിയുടെ കവാടങ്ങളിൽ ഞാൻ സന്തോഷിക്കട്ടെ. തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു. തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി. കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി. അവിടുന്ന് ന്യായവിധി നടത്തി. ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി. ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ. ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ. ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല. പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയില്ല. കർത്താവെ, എഴുന്നേൽക്കണമേ. മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ. ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ. കർത്താവെ, അവരെ ഭയാധീനരാക്കണമേ. തങ്ങൾ വെറും മർത്യരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ.